നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്? SIP ആയിട്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതെയോ ലംസം ആയിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതെയോ ലംസം പ്ലസ് SIP ഇതിന്റെ കോമ്പിനേഷൻ ആണോ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും അനുയോജ്യം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായിട്ടും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നിഫ്റ്റിയുടെ ചാർട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? കുറച്ച് മുകളിലേക്ക് പോയി, പിന്നെ ഡിപ്പ് ഉണ്ടാക്കി, പതുക്കെ പതുക്കെ മുകളിലേക്ക് പോയി, ഡിപ്പുകൾ ഉണ്ടാക്കി, വീണ്ടും മുകളിലേക്ക് പോയി, ഡിപ്പുകൾ ഉണ്ടാക്കി, ഇങ്ങനെ ഡിപ്പ് ഉണ്ടാക്കി മുകളിലേക്ക്. അതായത് നമുക്ക് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നയാളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈമിൽ ഇത് മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത്. ഇക്വിറ്റി മാർക്കറ്റ് ആണെങ്കിലും ഗോൾഡിന്റെ ചാർട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഒരു ലംസമായിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ SIP ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പൊ SIP ആയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ആവറേജിങ് വരുന്നു. അപ്പം ഈ ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് ഈ ഒരു മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ കുറച്ച് പോയി കഴിയുമ്പോൾ അടുത്ത മാസത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെയും മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഡിപ്പുകൾ ഉണ്ടായി കഴിഞ്ഞാലും അത് ആവറേജ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അത് വലിയ ലോസിലേക്കൊന്നും പോകാതെ ഒരു ചെറിയ ലോസിലേക്ക് പോയി പ്രോഫിറ്റ് ആയി, പിന്നെ പതുക്കെ പതുക്കെ അങ്ങനെ ഒരു മൂവ് ചെയ്ത് ഒരു ലോങ് ടൈമിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ SIP-യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ കാണാൻ സാധിച്ചിട്ടുണ്ട്, അങ്ങനെ ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ SIP സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് SIP ആണോ ബെറ്റർ അതെയോ ലംസം ആണോ ബെറ്റർ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊരു കാൽക്കുലേറ്റർ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഞാനിവിടെ SIP കാൽക്കുലേറ്റർ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമേ സാധാരണ ആൾക്കാർ ചെയ്യുന്ന ഒരു മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ 5,000 റുപ്പീസ് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നു SIP ആയിട്ട്. നിഫ്റ്റിയിലെങ്കിൽ പഴയ റിട്ടേൺ എത്രയാണ്? 13-14% CAGR ആണ് വലിയൊരു ടൈം ഫ്രെയിമിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഫ്യൂച്ചറിൽ 14% കിട്ടുമെന്ന്. ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം, ചിലപ്പോൾ കൂടി പോയേക്കാം. ഏതായാലും ഒരു കാൽക്കുലേഷന് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ടൈം പീരീഡ് എത്രയാണ് എടുത്തിരിക്കുന്നത്? 20 വർഷത്തേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ഒരു 20 വർഷം കൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് 12 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് 46 ലക്ഷം രൂപ റിട്ടേൺ തരുന്നുണ്ട്. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 58 ലക്ഷം രൂപയായിട്ട് മാറുന്നുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടോട്ടൽ ആയിട്ട് എത്ര എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? 12 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് SIP ആയിട്ട്. മറിച്ച് നമ്മൾ ലംസമായിട്ട് നമുക്ക് മറിച്ച് ഈ 12 ലക്ഷത്തിന്റെ 1/4 നമ്മൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 3000 രൂപ. നമ്മളൊന്ന് മാറി ചിന്തിച്ച് നമ്മൾ 12 ലക്ഷം രൂപയാണ് ആദ്യമേ SIP ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ അതിന്റെ 1/4 എമൗണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പൊ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് റിട്ടേൺ കിട്ടും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പൊ നമുക്ക് 3 ലക്ഷം രൂപ നമുക്ക് ലംസമായിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്രയാണ്? നമുക്ക് 41 ലക്ഷം രൂപ, അതായത് 38 ലക്ഷം രൂപ റിട്ടേണും 41 ലക്ഷം രൂപ ടോട്ടൽ വാല്യൂ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം എന്താണ്, നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു 1/4 എമൗണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഫ്യൂച്ചറിൽ അത്രയും തന്നെ റിട്ടേൺ, അതിനടുത്ത് തന്നെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ SIP ആയിട്ടാണെങ്കിൽ നമ്മൾ ഇതിന്റെ 4 ഇരട്ടി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ വാല്യൂ ആയിട്ട് അപ്രോക്സിമേറ്റ് ഒരു 40-50 ലാഖിന്റെ ആ ഒരു റേഞ്ചിലേക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്കൊരു ഒരു എമൗണ്ട്, കുറച്ച് ഒരു ബൾക്കായിട്ടുള്ള എമൗണ്ട് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് കൂടുതലായിട്ടും ബെറ്റർ എന്നാണ് എന്റെ ഒരു ഐഡിയ. ഞാൻ പേഴ്സണലി ആ ഒരു മെത്തേഡിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും SIP തന്നെ ചെയ്യുക. അപ്പം ഒരിക്കലും SIP മോശമാണ് എന്നല്ല പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു
നിശ്ചിത ക്യാപിറ്റൽ നമ്മൾ മാർക്കറ്റിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. ഒത്തിരി ടൈം ലേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അത്യാവശ്യം മോശമില്ലാത്ത ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. ഇനി ആ മോശമില്ലാത്ത ക്യാപിറ്റൽ എത്രയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് ഓരോരുത്തരുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. നമ്മൾ പക്ഷേ ചിലപ്പോൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, ഇപ്പൊ ഇക്വിറ്റിയിൽ വന്ന് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ വന്ന് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അത് അതിന്റെ അകത്തുനിന്ന് നമുക്ക് ഫ്യൂച്ചറിൽ എത്ര വർഷം കഴിയുമ്പം അപ്രോക്സിമേറ്റ് ഇത്ര റിട്ടേൺ കിട്ടും എന്ന് ഒരു കാൽക്കുലേഷൻ ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എന്നെ സംബന്ധിച്ച് എന്റെ ഏജ് നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇത്ര വർഷം കഴിയുമ്പോഴത്തേനും എനിക്ക് ഒരു ബൾക്കായിട്ടുള്ള എമൗണ്ട് ആണ് വേണ്ടതെങ്കിൽ എനിക്കൊരു 20 വർഷം കഴിയുമ്പോഴത്തേനും എനിക്ക് 1 കോടി രൂപയാണ് എനിക്ക് ടോട്ടൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് റിട്ടേൺ കിട്ടേണ്ടത്. അപ്രോക്സിമേറ്റ് 14% റിട്ടേൺ എനിക്ക് കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ അങ്ങനെയുള്ള ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ അല്ലെങ്കിൽ ലാർജ് ക്യാപ് ETF-കളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ടോട്ടൽ മാർക്കറ്റിൽ ഇത്രയും പെട്ടെന്ന് പോരാ. ഞാൻ ആദ്യമേ തന്നെ എന്ത് ചെയ്യും, ലംസമായിട്ട് ഇതിലും കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കാണിച്ചുതരാം. ഞാനൊരു 8 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ 14% റിട്ടേൺ നമുക്ക് കിട്ടുവാണെങ്കിൽ 20 വർഷം കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു ടോട്ടൽ ക്യാപിറ്റൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ വലിയൊരു ഗോള്, ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളൊരു ഗോള് അച്ചീവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇനിഷ്യലി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മൾ SIP തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ. പേഴ്സണലി ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരു നിശ്ചിത ഒരു ഫൈനാൻഷ്യൽ ഗോള്, ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനുള്ള ഒരു ബൾക്ക് എമൗണ്ട് എന്റെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നുണ്ടെങ്കിൽ അപ്പം അതിന് ആനുപാതികമായിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ ഞാൻ മാർക്കറ്റിലേക്ക് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പം അത്രയും നമ്മൾ എമൗണ്ട് മാർക്കറ്റിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഡിപ്ലോയ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പം അത്രയും എമൗണ്ട് മാർക്കറ്റിലേക്ക് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റല്, ഫ്യൂച്ചറിൽ ആവശ്യമായിട്ടുള്ള റിട്ടേൺ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്രോക്സിമേറ്റ് 14% തന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിക്കോളും. അത് 13 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോയേക്കാം, 15 ആയി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കിട്ടിയേക്കാം. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു ഗോളില് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റല്, അതിന് ആനുപാതികമായിട്ടുള്ള ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു മെത്തേഡ്. അപ്പൊ ആ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്റ്റോക്കിലോ ഒന്നുമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ. അത് ഡൈവേഴ്സിഫൈ ചെയ്ത് പല പോർട്ട്ഫോളിയോ, ഡൈവേഴ്സിഫൈ ചെയ്ത് പല സെക്ടറുകളില് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകളില് അല്ലെങ്കിൽ കുറച്ച് ഗോൾഡ്, കുറച്ച് മെറ്റൽസ്, ബാക്കി ഇന്റർനാഷണൽ സ്റ്റോക്സ്, ഇന്റർനാഷണൽ ETF-കൾ, അങ്ങനെയൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു എമൗണ്ട് ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഞാൻ ചെയ്യുന്നത്, ഇതിനുശേഷം ഞാൻ പേഴ്സണലി അപ്രോച്ച് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇനിഷ്യൽ എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പോയിന്റിലായിരിക്കും ഞാൻ ഇനിഷ്യൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 20 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് 14% റിട്ടേൺ വെച്ച് കിട്ടുവാണെങ്കിൽ എന്റെ ഗോള് അച്ചീവ് ആവും. അപ്പം മാർക്കറ്റ് കണ്ടീഷൻ ഈ ഒരു പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളാണെങ്കിൽ, ഞാൻ അപ്രോക്സിമേറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് ലംസമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ, അത് ചിലപ്പോൾ 1-2 മാസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ 5-6 മാസം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ 1-2 വർഷങ്ങൾ കൊണ്ട് തന്നെയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇനിഷ്യൽ ക്യാപിറ്റൽ അവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടാണ് പോരുന്നതെങ്കിൽ ആ ഒരു പോയിന്റിൽ നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ഇനിഷ്യൽ എമൗണ്ട് നമ്മൾ മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്തു, അത്യാവശ്യം ബൾക്കായിട്ട് ഒരു ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് താഴോട്ടാണ് പോരുന്നതെങ്കിൽ ഞാൻ ആ ഒരു പോയിന്റുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് SIP-കൾ ചെയ്യും. ടോട്ടൽ പിന്നെയും ആവറേജ് ചെയ്ത് വിലക്കുറവിലേക്ക് വാങ്ങിച്ചു വെക്കാനാണ് ഞാൻ കൂടുതലായിട്ടും ഞാൻ പേഴ്സണലി ചെയ്യുന്ന മെത്തേഡ്. അപ്പം അങ്ങനെ ഒരു മെത്തേഡ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു. അപ്പം ആ ഒരു മെത്തേഡ്, ആ ഒരു ഐഡിയ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും ഈ ഒരു ചാനലിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.